വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ വുഡൻ ഫ്ലോറിങ്ങിൽ നമുക്കിന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങൾക്കറിയാത്തതുമായിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഈ ഒരു മെറ്റീരിയൽ സോളിഡ് വുഡ്, ഹാർഡായിട്ടുള്ള മരത്തിൻ്റെ തന്നെ വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ്. മറ്റൊന്ന് എൻജിനീയർഡ് വുഡാണ്. ഇതും ഇതേപോലെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ലാമിനേറ്റഡ് വുഡ് ആയാലും സ്റ്റോൺ പോളിമർ വുഡ് ആയാലും അതേപോലെ നമ്മൾ എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കുന്ന ഡെക്ക് വുഡുകളായാലും ഇതെല്ലാം തന്നെ ടെറാക്രാഫ്റ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് കേരളത്തിൽ വുഡൻ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ടെറാക്രാഫ്റ്റ്. അവരുടെ ഷോറൂമിലാണ് ഞാനിരുന്ന് സംസാരിക്കുന്നത്. ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചും നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. വീട് പണിയെക്കുറിച്ചായാലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചായാലും അതിലുപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മെറ്റീരിയൽസിനെ കുറിച്ചായാലും വളരെ സിമ്പിളായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചാനലാണ് മൈ ബെറ്റർ ഹോം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ലിവിങ് റൂമിലാണെങ്കിലും ഡൈനിങ് റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും വളരെ എലഗൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള വുഡൻ ഫ്ലോറിങ് നമ്മളെ സഹായിക്കും. വുഡൻ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പ്രധാനപ്പെട്ട ഒന്നാണ് സോളിഡ് വുഡ്. സോളിഡ് വുഡിന് ഞാനൊന്ന് നിങ്ങളെ വിശദമായിട്ട് കാണിക്കാം. സോളിഡ് വുഡ് എന്ന് വെച്ചാൽ വളരെ തിക്കായിട്ടുള്ള നാച്ചുറൽ വുഡിൻ്റെ മുകളിൽ ചെറിയ രീതിയിലുള്ള പോളിഷിങ് ചെയ്ത് വരുന്ന തരത്തിലുള്ള വുഡാണ്. ഇത്തരത്തിലുള്ള വുഡുകൾക്ക് ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു പോർഷൻ ഉണ്ട്. 2 പ്ലാങ്കുകൾ തമ്മിൽ പരസ്പരം ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ലേ ചെയ്യുന്നത്. വളരെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് ഷെയ്ഡുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഇത് വിരിച്ച് കഴിയുന്ന സമയത്ത് ഇതിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കൊരു വുഡൻ ഫീൽ ലഭിക്കുന്നു എന്നുള്ളതാണ് സോളിഡ് വുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഏതൊക്കെ കളർ വേരിയൻസിൽ അല്ലെങ്കിൽ ഗ്രെയിൻസിൻ്റെ വേരിയൻസിൽ സോളിഡ് വുഡുകൾ അവൈലബിൾ ആണ് എന്ന് നോക്കാം. നാച്ചുറൽ ഓക്കായാലും അല്ലെങ്കിൽ കോഫി ഓക്കായാലും ആൻറ്റിക് ഓക്കായാലും ഓക്ക് വുഡിൻ്റെ നിരവധി ഷെയ്ഡുകളിൽ നമുക്ക് ഈ ഒരു സോളിഡ് വുഡ് അവൈലബിൾ ആണ്. അതേപോലെ ബർമ ടീക്ക്, റോ ഷുഗർ, ടോസ്റ്റ് ഓക്ക്, അങ്ങനെ നിരവധി ഷെയ്ഡുകളിൽ നമുക്ക് സോളിഡ് വുഡിൻ്റെ വേരിയൻസുകൾ കാണാൻ സാധിക്കും. വുഡൻ ഫ്ലോറിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റീരിയലാണ് എൻജിനീയർഡ് വുഡ്. എൻജിനീയർഡ് വുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികം ലെയേഴ്സ്, വുഡൻ ലെയേഴ്സ് തമ്മിൽ, മേ ബി അത് പ്ലൈവുഡ് ആവാം അല്ലെങ്കിൽ വുഡൻ ലെയേഴ്സ് ആവാം, ഇത് തമ്മിൽ പരസ്പരം ജോയിൻറ്റ് ചെയ്തിട്ട് ഒരൊറ്റ പീസാക്കിയിട്ട് നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള വുഡിനെയാണ് നമ്മൾ എൻജിനീയർഡ് വുഡുകൾ എന്ന് പറയുക. ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നതൊക്കെ എൻജിനീയർഡ് വുഡ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ ഈ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്നതെല്ലാം തന്നെ എൻജിനീയർഡ് വുഡിൻ്റെ പലതരത്തിലുള്ള ഷെയ്ഡുകളാണ്. അതും ഓക്ക് ഡിസൈൻസിലും നമുക്ക് വിവിധ തരത്തിലുള്ള മരങ്ങളുടെ ഗ്രെയിൻസിലും ലഭ്യമാണ്. മറ്റൊരു മെറ്റീരിയലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് അഥവാ SPC എന്നാണ് നമ്മൾ വിളിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 100% വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ടെർമൈറ്റ് പ്രൂഫാണ്, അതേപോലെ ഫയർ റീറ്റാർഡൻ്റ് ആണ് എന്നുള്ളതാണ്. 4mm, 6mm ഇങ്ങനെയുള്ള 2 തിക്നെസ്സുകളിലാണ് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആവുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് 6mm മെറ്റീരിയലാണ്.
മറ്റൊരു മെറ്റീരിയലാണ് ലാമിനേറ്റഡ് വുഡ്. ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് 2 ഗ്രേഡിൽ അവൈലബിൾ ആണ്. സാധാരണ നമ്മുടെ ഒരു നോർമൽ ഗ്രേഡിലും മറ്റൊന്ന് പ്രീമിയം ഗ്രേഡിലും. ഇതിൻ്റെ ഒരു ഫീല് വളരെ പ്രത്യേകതയുള്ളതാണ്. നമ്മൾ ഇതിൽ തൊട്ട് കടിയുന്ന സമയത്ത് ആ വുഡൻ ഗ്രെയിൻസ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ലാമിനേഷൻ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മെലാമിൻ കോട്ടിങ് വരുന്നുണ്ട്. അത് ഈ ഫ്ലോറിങ്ങിന് കൂടുതൽ സ്ട്രെങ്ത് നൽകാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. 8 mm, 10 mm, 12 mm തിക്നെസ്സിൽ ഇത്തരത്തിലുള്ള ലാമിനേറ്റഡ് ഫ്ലോറിങ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുവരെ നമ്മൾ കണ്ട മെറ്റീരിയൽസ് എല്ലാം ഇൻറ്റീരിയർ ഗ്രേഡ് മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മൾ വീടിനകത്ത് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് ആണ്. സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ എക്സ്റ്റീരിയർ ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള 2 മെറ്റീരിയൽസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിലൊന്ന് നാച്ചുറൽ ആയിട്ടുള്ള വുഡും മറ്റൊന്ന് WPC കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഡെക്ക് വുഡുകൾ എന്നാണ് ഇത്തരത്തിലുള്ള എക്സ്റ്റീരിയർ ഗ്രേഡ് വുഡുകളെ നമ്മൾ വിളിക്കുക. പല കളറിലും ഡിസൈനുകളിലും നമുക്ക് എക്സ്റ്റീരിയർ ഗ്രേഡ് വുഡുകളും അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് വുഡൻ ഫ്ലോറിങ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലുകളെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നൊരു സമയമാണിത്. നമ്മുടെ ഇൻറ്റീരിയർ കോർട്ട്യാർഡുകളായാലും നമ്മൾ ഇൻറ്റീരിയറിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കളർ തീമുകളായാലും ഇത്തരത്തിലുള്ള വുഡൻ ഗ്രെയിൻസ് ആയാലും എല്ലാം പ്രകൃതിയോടുള്ള നമ്മുടെ ആ ഒരു ഇഷ്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വുഡൻ ഫ്ലോറിങ് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിക്കലി അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റിവിറ്റി വളരെ വലുതായിരിക്കും. എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വുഡൻ ഫ്ലോറിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന് എത്രയാണ് റേറ്റ് വരുന്നത്, ഇതെവിടെയാണ് നമുക്ക് ലഭിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ സാരഥിയെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സോ ഹിയർ ഈസ് ദ ഡയറക്ടർ ഓഫ് ടെറാക്രാഫ്റ്റ്. അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു റഷീദ് ഫോർ ഹാവിങ് മീ. സർ, നമ്മുടെ ടെറാക്രാഫ്റ്റിനെ നമ്മുടെ ഓഡിയൻസിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ടെറാക്രാഫ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് വുഡൻ ഫ്ലോറിംഗ് പെർ സേ ഒരു 10 വർഷം മുമ്പ് പതിയെ ഭയങ്കരമായിട്ട് ഫാഷനിലായി വരാൻ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് തന്നെ കുറേ സാധനങ്ങൾ മാർക്കറ്റിൽ ഫ്ലഡായി വന്നായിരുന്നു. ഈ മാർക്കറ്റിൽ ഫ്ലഡ് ആകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നമ്മൾ ആസ് എ കസ്റ്റമർ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാൻ പോകണമെങ്കിൽ നമ്മൾ എന്ത് മേടിക്കും, അത് കറക്റ്റാണോ, മേടിക്കുന്ന സാധനം കറക്റ്റാണോ ഇല്ലേ, നമ്മളുടെ വീട്ടിൽ അതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ലോങ് ലൈഫ് കിട്ടുമോ, നമുക്ക് വാല്യൂ കിട്ടുമില്ലേ, അതിൻ്റെ ക്വാളിറ്റി അതൊന്നും ക്ലിയർ ഇല്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയാൽ കാണുന്നത് ഒരു ടൈൽ വെക്കുന്ന കടയിൽ കുറച്ച് വുഡൻ ഫ്ലോറിംഗ് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫർണിഷിംഗ് വെക്കുന്ന കടയിൽ കുറച്ച് വുഡൻ ഫ്ലോറിംഗ് വെച്ചിട്ടുണ്ടാവും. അപ്പം അതൊരു സൈഡ് ബിസിനസ് ആണ് മിക്ക ആൾക്കാർക്ക്. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് ഏത് സാധനം സൂട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സബ്ജക്റ്റായി മാറിയായിരുന്നു. അതായത് ആളുകൾ പുതിയൊരു പ്രൊഡക്റ്റ് ആണ്, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരു വിഷയം. അതെ. അപ്പം ആ ഒരു പ്രോബ്ലം ഓഫ് പ്ലെന്റി എന്ന് പറയുന്നത്, കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്, പക്ഷെ എന്ത് ഉപയോഗിക്കണം എന്ന് അറിയാൻ പാടുള്ളത് ഇരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ടെറാക്രാഫ്റ്റ് തുടങ്ങിയത്. ഓക്കെ, ഈ പ്രോബ്ലം ഓഫ് പ്ലെന്റിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നമ്മൾ വുഡൻ ഫ്ലോറിംഗ് യൂസ് ചെയ്യണം? ഓക്കെ, വുഡൻ ഫ്ലോറിംഗ് ഏറ്റവും ആദ്യം വുഡൻ ഫ്ലോറിംഗ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. നമ്മള് ഇപ്പൊ പഴയ കൊട്ടാരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വുഡ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്ന് പറയും. അപ്പൊ ഒരു ആസ്പിറേഷണൽ പ്രൊഡക്റ്റ് ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം വുഡിൻ്റെ ആയിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇൻ ദി സെൻസ് വുഡ് ഒരു ബാഡ് കണ്ടക്ടർ ആയതുകൊണ്ട് വുഡിൽ നിന്ന് തണുപ്പടിക്കില്ല, ചൂടടിക്കില്ല. അപ്പം നമ്മൾ നാട്ടിലെല്ലാവർക്കും പുറത്ത് ചപ്പൽ ഊരിയിട്ട് ഒന്നുമില്ലാതെ കാലിലൊന്നുമില്ലാതെ നടക്കാനാണ് ഇഷ്ടം, ആഗ്രഹം. അപ്പം അങ്ങനത്തെ കേസിൽ വുഡ് ആണെങ്കിൽ അർത്രൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് ജനറലി ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ആർ അണ്ടർഗോയിങ് ദിസ്. അതിന്റെ മേജർ കാരണം
തണുപ്പടിച്ചിട്ടാണ്, നിലത്തിന് തണുപ്പടിച്ചിട്ടാണ്, എ സിന്ന് തണുപ്പടിച്ചിട്ടാണ്. ഈ നിലത്തിന് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി വുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിലോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബീച്ചിലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഡിഫറെന്റ് ഫീലിംഗ് അല്ലേ, ഒരു രസമാണത്, സൈക്കോളജിക്കലി അതെ, ഒരു രസമാണത്. അപ്പം നമ്മൾ നേച്ചറിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്, നമ്മളൊരു ഡിഫറെന്റ് വൈബ്രേഷനിലോട്ട് പോകണത്. ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇൻ സിങ്ക് വിത്ത് നേച്ചർ. ആ വൈബ്രേഷൻ helps us to grow mentally and cognitively. അപ്പോൾ ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റിസർച്ച് നടന്നിട്ടുണ്ട് എന്താ പറ്റില്ല. അപ്പം ഈ നേച്ചർ റിലേറ്റഡ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നേച്ചറിലോട്ട് പോകേണ്ട ആവശ്യമില്ല, നേച്ചറിൻ്റെ ആ ഫീലിംഗ് വീട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓഫീസിൻ്റെ അകത്ത് കൊണ്ടുവന്നാലും മതി. അപ്പം ആ ഫീലിംഗ് ഈ തടി ആ ഒരു സ്പേസിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. It helps you to connect to nature, which in turn helps you to grow mentally, grow spiritually, grow cognitively. സർ, നമ്മൾ ഈ ഒരു അഡ്വാൻറ്റേജ് അവിടെ നിൽക്കുമ്പോഴും വുഡിനായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ് ഇല്ലേ? അതായത് സപ്പോസ് നമുക്കിപ്പം ചെതൽ പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം എല്ലാ പ്രൊഡക്റ്റിനും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഒബ്വിയസ്ലി ഈ പ്രൊഡക്റ്റിനും ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഈ പ്രൊഡക്റ്റിന് ചെതൽ തടി ആയതുകൊണ്ട് ചെതൽ ഒരു പ്രശ്നമാണ്. അപ്പം നമ്മുടെ അടുത്ത് ചെതൽ വരുമ്പോഴത്തേക്കും 2 ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ പ്രൊഡക്റ്റിന് ചെതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് ചെതൽ പ്രൂഫ് ആക്കി എടുക്കുക. ഓക്കെ, ആ ഒരു ഓപ്ഷൻ പ്രാക്ടിക്കലി പോസിബിൾ ഇല്ല. ബിക്കോസ് അതിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അതായത് ഈ മെറ്റീരിയൽ നിർമ്മിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ചെതൽ വരാതിരിക്കാനുള്ള കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അത് കാരണം നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ചെതലിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷേ ചെതൽ പ്രൂഫ് ആക്കാൻ പറ്റില്ല. നമുക്ക് ചെതൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ചെതൽ റെസിസ്റ്റന്റ് ആക്കുന്നുണ്ട്. അതിന് ഒരു പ്രഷർ ട്രീറ്റ്മെന്റും കെമിക്കൽ ട്രീറ്റ്മെന്റും നടത്തുന്നുണ്ട്. ബട്ട് അത് ഹ്യൂമൻ ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് ആണ്, ഇക്കോ ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ രണ്ടാമത്തത് എന്താണ്, പ്രിവെന്റീവ് ആണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസ് സ്പേസിൽ ചെതൽ ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞ് പരിശോധിച്ച് നോക്കണം. അപ്പൊ അതിന്റെ ഒരു ടെർമൈറ്റിന്റെ ഒരു കൺസൾട്ടേഷൻ മാതിര അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെതൽ ഉണ്ടായില്ലെന്ന് അറിയാൻ പറ്റും, ചെതൽ വരുമില്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ചെതലിന്റെ ഇന്റൻസിറ്റി എന്താണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റുമില്ലെന്ന്. ചെതലിന് നല്ല ഇക്കോ ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ചീപ്പ്. നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ ആ വീടിന്റെ പൈലിംഗ് സ്റ്റേജ് മുതൽ ചെതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങാൻ തുടങ്ങി. ഫ്യൂച്ചറിൽ ചെതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതിയ വീടുണ്ടാക്കുമ്പോൾ നല്ല ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും കോൺട്രാക്ടേഴ്സും ഫ്യൂച്ചറിൽ ചെതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ തന്നെ പൈപ്പിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ട്, പൈലിംഗ് സ്റ്റേജിൽ തന്നെ. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ നമ്മളുടെ കൺസ്ട്രക്ഷൻ മുഴുവൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കണം. ബിക്കോസ് തടി ഉപയോഗിക്കുമ്പോൾ ചെതൽ വരാൻ സാധ്യത ഉണ്ടാവും, അത് പ്രിവെന്റ് ചെയ്യണം. ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് പുതിയൊരു സംഭവമായിട്ട് തോന്നുന്നു? നമ്മുടെ ഈ വുഡ് പാനൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഫ്ലോറിൽ ഉപയോഗിക്കാം, വാളിൽ ഉപയോഗിക്കാം, സീലിംഗിൽ ഉപയോഗിക്കാം. പക്ഷെ ഫ്ലോറിംഗ് ഈ പാനൽസ് ഫ്ലോറിന് വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. സ്പെസിഫിക്കലി വാളിലും സീലിംഗിലായിട്ട് വേറെ ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല. അതിനു വേണ്ടിയാണ് ഈ സൊല്യൂഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഇതൊരു പ്രീ ഫിനിഷ്ഡ് പാനൽസ് ആണ്. ഇത് നമുക്ക് വാളിലും ചെയ്യാം, സീലിംഗിലും ചെയ്യാം. നമ്മൾ മുമ്പ് പ്ലൈവുഡിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ഒക്കെ ഗ്രൂസ് ഇട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യാം. ഒരു ഫിനിഷും നമ്മൾ ചെയ്യില്ല. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് 100% വാട്ടർ പ്രൂഫ് ആണ്, 100% ടെർമൈറ്റ് പ്രൂഫ് ആണ്, റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് ആണ്, വേറെ ഫിനിഷിംഗ് ഒന്നുമില്ല. എന്ത് മെറ്റീരിയൽ ആണ് ഇത്? WPC ആണ്, ബേസ് WPC ആണ്. ഒരു പാനൽ 9 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഒരു വാള് ഒരു പാനൽ വെച്ച് നമുക്ക് ആ ഹൈറ്റിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈവൻ ഈ കേടായി കിടക്കുന്ന ഭിത്തിയില്ലേ, ഇപ്പൊ വെള്ളം വരുന്ന ഭിത്തി അല്ലെങ്കിൽ ഇങ്ങനെ നനവല്ല ഭിത്തിയൊക്കെ, അതൊരു മേജർ പ്രോബ്ലം ആണ് ചില വീട്ടുകളിൽ. ഇത് ഡയറക്ട്ലി അതിന്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി, അത് നമുക്ക് ഹൈഡ് ചെയ്യാനും പറ്റും, വാട്ടർ റെസിസ്റ്റന്റ്. ഏകദേശം എന്ത് പ്രൈസിങ് വരുന്നുണ്ട്? ഇതിന്റെ പ്രൈസ് പെർ പീസ് ആണ് 1200 രൂപ മുതൽ 1600 രൂപ പെർ പീസിന് വരുന്ന പ്രൈസ് ഉണ്ട്. സോ നമ്മൾ ടൈപ്പുകളെ കുറിച്ച് സംസാരിച്ചു, പ്രൈസിങ്ങിനെ കുറിച്ച് സംസാരിച്ചു,
ബട്ട് അവിടെ സ്റ്റിൽ ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട് സാർ, ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാവും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കയറി വരുമ്പോൾ ഏറ്റവും ആദ്യം ആൾക്കാർ കൺഫ്യൂസ് ആയി ചെയ്യുന്നു, ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാകും. അപ്പൊ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ ബഡ്ജറ്റ് എന്താണ്. ബഡ്ജറ്റ്, ബിക്കോസ് ബഡ്ജറ്റ് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഏത് പ്രൊഡക്റ്റിലോട്ട് പോകാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പൊ സോളിഡ് വുഡ് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്, സോളിഡ് വുഡ് വേണം പക്ഷേ കോംപ്രമൈസ്ഡ് സോളിഡ് വുഡ് ഉപയോഗിക്കാൻ നോക്കും. അത് വെച്ചുള്ള പ്രോബ്ലം എന്താണ്, കോംപ്രമൈസ്ഡ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചർ ലൈഫ് ഭയങ്കര കുറവായിരിക്കും. കോംപ്രമൈസ്ഡ് മീൻസ് ഇപ്പൊ സോളിഡ് വുഡ് തന്നെ ഒരു ചീപ്പർ സൊല്യൂഷൻ, ചെറിയ ചെറിയ തടിയെടുത്ത് ഫ്ലോറിൽ വെച്ച് നമ്മൾ അവിടെ തന്നെ ഫിനിഷ് ചെയ്ത് അവിടെ തന്നെ പോളിഷ് അടിക്കുക ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോളിഷിന്റെ ലൈഫില്ല. വുഡ് തടിക്കൊന്നും പറ്റില്ല, പോളിഷിന് ലൈഫ്. അപ്പൊ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് അത് റീപോളിഷ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീപോളിഷിംഗ് കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അതിനേക്കാളും ടെറാക്രാഫ്റ്റിന്റെ സോളിഡ് വുഡ് എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്? അപ്പൊ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, നമ്മളുടെ പ്രൊഡക്റ്റിൽ 7 to 9 കോട്ട്സ് ഓഫ് ഫിനിഷസ് ഉണ്ട്. അതിൻ്റെ അകത്ത് സിറാമിക് കോട്ടിംഗ് ഫിനിഷും കൂടി ഉണ്ട്, ആന്റി സ്ക്രാച്ച് ഫിനിഷ്. അത് കാരണം നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രീ ഫിനിഷ്ഡ് ആയതുകൊണ്ട് അത്യാവശ്യം പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8-9 വർഷം കഴിഞ്ഞിട്ട് റീപോളിഷിംഗ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ നമ്പർ ഓഫ് റീപോളിഷിംഗ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടി. അപ്പൊ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്. അതെ, ഓവറോൾ കോസ്റ്റ് അതിന്റെ ബുദ്ധിമുട്ടുകൾ, റീപോളിഷിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പൊ അതെ, നമുക്ക് ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡിസൈൻസ് ആണ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് ഇവിടെ മാത്രമേ ബ്രാഞ്ചസ് ഉള്ളോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ, കേരളത്തിലെ കൊച്ചിയിൽ മാത്രം ബ്രാഞ്ചില്ല, പിന്നെ ഹിമാചൽ പ്രദേശിൽ ഒരു ഷോറൂം ഉണ്ട്. സെൻട്രൽ ഷോറൂം ഇവിടെയാണ്. നമുക്ക് ഡെലിവറീസ് ഇവിടെ തന്നെ നടക്കുന്നത്, കേരളത്തിൽ നിന്ന്. നമ്മളായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഒന്ന് കോൾ ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് വെച്ച് നമ്മളെ കണക്ട് ചെയ്യാം, ഫേസ്ബുക്ക് പേജ് വെച്ച് കണക്ട് ചെയ്യാം. ഞങ്ങൾ ഒരു പുതിയ ഫീച്ചർ കുറച്ച് നാളായിട്ട് ചെയ്യേണ്ടത്, നമ്മളായിട്ട് ഒരു കൺസൾട്ടേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ട് വീഡിയോ കോൾ ആയിട്ട് കൺസൾട്ട് ചെയ്യാം, വീഡിയോ കോൺഫറൻസ് ആയിട്ട് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ NRIs അവിടെ നിന്നുകൊണ്ട് സെലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺസൾട്ടേഷൻ വീഡിയോ കോൾ അറേഞ്ച് ചെയ്തിട്ട് അവരുടെ റിക്വയർമെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും സൂട്ടബിൾ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നിരവധി മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് മാർബിൾസ് അവൈലബിൾ ആണ്, ഗ്രാനൈറ്റ് അവൈലബിൾ ആണ്, ടൈൽ അവൈലബിൾ ആണ്, വുഡൻ ഫ്ലോറിങ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, നമ്മുടെ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതേപോലെ ഇത് നൽകുന്ന ഒരു ആംബിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ്. നമ്മുടെ ഇൻറ്റീരിയറിനോട് കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കുറേ കൂടെ നാച്ചുറുമായിട്ട്, കുറേ കൂടെ ട്രോപ്പിക്കൽ ആയിട്ടാണ് നിങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക ഇതേപോലെയുള്ള വുഡൻ ഫ്ലോറിങ്സ് ആണ്. വുഡൻ ഫ്ലോറിങ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം പരമാവധി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ